മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 309ാമത്തെ എപ്പിസോഡിൽ ഓറം മെറ്റാലിക്കം എന്ന അധ്യായത്തിൻ്റെ 3ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് അസ്ഥികളുമായും ഗ്രന്ഥികളുമായിട്ട് ബന്ധപ്പെട്ട ചില പർട്ടിക്കുലർ സിംറ്റംസ് ആണ് പറയുന്നതെങ്കിൽ പോലും അതിനേക്കാൾ പ്രധാനമായി ഓറം ആദ്യമായി ഹോമിയോപ്പതി ഔഷധങ്ങളുടെ കൂട്ടത്തിൽ അവതരിപ്പിച്ച ഡോക്ടർ സാമുവൽ ഹനിമാൻ്റെ ഒരു അനുഭവം കെൻ്റെ ഇവിടെ വിവരിക്കുന്നുണ്ട്. കൂടാതെ ജനറൽ സിംറ്റംസിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, പൊതുവെ അറിയാവുന്ന കാര്യം തന്നെ എങ്കിലും ഏതൊക്കെ സിംറ്റംസ് ജനറൽസിൽ വരും എന്നതിനെക്കുറിച്ച് വളരെ ഖണ്ഡിതമായിട്ട് കെൻ്റെ പറയുന്നൊരു കാര്യം. അങ്ങനെ ചില പ്രധാനപ്പെട്ട പൊതു വിഷയങ്ങൾ കൂടി ഇതിൽ വരുന്നുണ്ട്. നമുക്കത് പരിശോധിക്കാം. ബോറിംഗ് ഇൻ ബോൺസ് കൊട്ടേഷനാണ്. പെയിൻസ് ഡ്രൈവ് ടു ഡെസ്പയർ, അസ്ഥികളിൽ തുളച്ചു കയറുന്ന പോലെ വേദന, ഒരാൾ നിരാശപ്പെടുന്ന വേദന. ഓറം മെറ്റാലിക്കത്തിൻ്റെ വേദനകളായാലും എന്തായാലും ശരി, അതിനൊരു മാനസിക തലം കൂടി ഉണ്ടാവും. ആ ഒരു സ്വന്തം ജീവനെ വെറുക്കുന്ന അല്ലെങ്കിൽ അതിനോടുള്ള സ്നേഹം, ഇഷ്ടം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആസ്പെക്റ്റ് ഏത് ലക്ഷണങ്ങൾ കൂടെയും പർട്ടിക്കുലേഴ്സിൻ്റെ കൂടെ പോലും ഉണ്ടാകും. നമ്മൾ അനാക്കാർഡിയത്തിൽ കണ്ട പോലെ അങ്ങനെ ഒരു മാനസിക ലക്ഷണങ്ങൾ, അതായത് വില്ലിൻ്റെയോ ഇൻ്റലക്റ്റിൻ്റെയോ മനസ്സിൻ്റെയോ ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ ഏത് പർട്ടിക്കുലറിൻ്റെ കൂടെയും ചേർന്ന് വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഓറത്തിനൊരു പ്രസക്തിയോടെ വരുന്നത്. ദ പെയിൻസ് ഡ്രൈവ് ദ പേഷ്യൻ്റ് ഔട്ട് ഓഫ് ബെഡ് അറ്റ് നൈറ്റ് ആൻഡ് മേക്ക് ഹിം വാക്ക്. അപ്പോൾ രാത്രി വേദന വന്നിട്ട് അയാൾക്ക് കിടക്കപ്പായിന്ന് എഴുന്നേക്കണം, കിടക്കാൻ പറ്റില്ല, എന്നിട്ട് നടക്കാൻ അയാൾ നിർബന്ധിതയാക്കും. ദിസ് ഇസ് സീൻ ഇൻ ഓൾഡ് സിഫിലിറ്റിക് ബോൺ പെയിൻസ്. ഇതൊരു അക്യൂട്ട് കണ്ടീഷനായിട്ടല്ല പൊതുവെ കാണുന്നത്. പഴയ സിഫിലിറ്റിക് കണ്ടീഷൻസിൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന അസ്ഥികളുടെ വേദന. ഓൾഡ് മെർക്കുറലൈസ്ഡ് പേഷ്യൻസ്, മെർക്കുറി കഴിച്ച് ആകെ ആവശ്യമായ അവസ്ഥയിലുള്ള ഡ്രഗ്ഡ് പേഷ്യൻസ്. നമ്മൾ കഴിഞ്ഞതിൽ കണ്ട പോലെ അതിൻ്റെ അനന്തരതലമുറയിൽ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ്, സെക്കൻഡറി ഓർ ടെർഷറി എഫക്റ്റ് കൂടി ഇത്തരത്തിൽ വരാം. അതുകൊണ്ട് ഇപ്പോൾ മെർക്കുറി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ആ ലക്ഷണം പ്രസക്തമല്ല എന്ന് പറയുന്നൊരു കാര്യമില്ല. ദ പേഷ്യൻ്റ് ഹാസ് ബീൻ ടേക്കിംഗ് മെർക്കുറി ഓൾ ഹിസ് ലൈഫ് ആൻഡ് ഹിസ് ലിവർ ഈസ് എൻലാർജ് ആൻഡ് ഹിസ് ജോയിൻസ് ആർ എൻലാർജ്. ഒരു മെർക്കുറിയൽ ആക്ഷൻ കൊണ്ടുണ്ടാകുന്ന കരൾ വലുതാകുന്നു, സന്ധികൾ വലുതാകുന്നു. ഹി ഗോസ് ടു എവരി ഡോക്ടർ വിത്ത് ആൻ എൻഡേവർ ടു ഗെറ്റ് റിലീഫ് ഫ്രം ഹിസ് ഡിസ്ട്രസിങ് സഫറിങ്സ്. പല ഡോക്ടർമാരെയും പോയി കണ്ടു, പക്ഷെ അതുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. Mercury and disease are so mixed up that a great turmoil will result from your first prescription. ഇതൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മെർക്കുറിയുടെ ഇൻഡ്യൂസ്ഡ് കണ്ടീഷനും ആ രോഗികളുടെ അവസ്ഥയും സ്വാഭാവിക രോഗാവസ്ഥയും തമ്മിൽ വല്ലാതെ കൂടിക്കലർന്ന് അലങ്കോലപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ആദ്യത്തെ പ്രിസ്ക്രിപ്ഷൻ, ആ പ്രിസ്ക്രിപ്ഷൻ കറക്റ്റ് ആണെങ്കിൽ, അത് ഓറം മെറ്റാലിക്കമായാലും ശരി എന്തായാലും ശരി ആണെങ്കിൽ അതുകൊണ്ട് കുറേ കുഴപ്പങ്ങളുണ്ടാവും. അതൊരു ശരിയായ രീതിയിലുള്ള ഒരു അഗ്രിവേഷനോ റീഅപ്പിയറൻസോ സിംറ്റംസോ ആയിരിക്കണമെന്നില്ല, കുറേ കുഴപ്പമുണ്ടാക്കുന്നതായിരിക്കും. അതുകൊണ്ട് അത്തരം അവസ്ഥകളിൽ, സങ്കീർണമായ അവസ്ഥകളിൽ ഔഷധം കൊടുക്കുമ്പോൾ വേണ്ടത്ര മുന്നറിയിപ്പ് കൂടി പേഷ്യൻസിന് കൊടുക്കണം. ആവശ്യമായ അക്യൂട്ട് കണ്ടീഷനൊക്കെ ഉപയോഗിക്കാവുന്ന ഔഷധങ്ങൾ കൂടി മുൻകൂട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഹി വിൽ ഗോ ത്രൂ ദീസ് സ്റ്റേജസ് ഓഫ് വയലൻസ് ആൻഡ് പീരിയോഡിക്കൽ അറ്റാക്സ്. യു വിൽ ഹാവ് ടു നോ സച്ച് മെഡിസിൻസ് ആസ് ഓറം, Chelidonium and Stavsagria to get this patient over these awful attacks which he is obliged to go through. അയാൾ അതിലൂടെ കടന്നു പോകാൻ അയാൾ വിധിക്കപ്പെട്ടിരിക്കുകയാണ്. അയാളുടെ അവസ്ഥ അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ളവരെ സഹായിക്കാൻ ഓറം മെറ്റാലിക്കം, ചെലഡോണിയം, സ്റ്റാഫിസാഗ്രിയ ഈ ഔഷധങ്ങൾ. ദിസ് മെഡിസിൻ വണ്ടർഫുള്ളി എഫക്ട്സ് ദ ഗ്ലാൻഡ്സ്, ദ parotid glands, the glands about the groin, the lymphatics in the abdomen, ഇൻഫാക്ട് ദ ഗ്ലാൻഡ്സ് എവരിവെയർ. അപ്പോൾ ഓറം മെറ്റാലിക്കം എല്ലാ ഗ്രന്ഥികളെയും അത്ഭുതകരമായി, വിസ്മയകരമായി ബാധിക്കുന്നുണ്ട്. കടലകളിൽ, കക്ഷത്തിലെ, അടിവയറ്റിൽ എല്ലായിടത്തും ഗ്രന്ഥികളിൽ കല്ലിപ്പും മറ്റൊക്കെ ഉണ്ടാക്കും. ദ മാമറി ഗ്ലാൻഡ്സ്, ദ ടെസ്റ്റസ് ആൻഡ് ഓവറീസ് ആർ ഇൻവോൾവ്. അപ്പോൾ അത്തരം ലൈംഗിക ഗ്രന്ഥികളുമൊക്കെ ഇതിൽ ഇൻവോൾവ് ആണ്. ആൻഡ് അണ്ടർഗോ സ്റ്റേറ്റ്സ് ഓഫ് ഹാർഡ്നെസ്, ഇൻഫിൽട്രേഷൻ എക്സെട്ര. കല്ലിപ്പും മറ്റുമൊക്കെ പോലുള്ള മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാകുന്നു. അപ്പോൾ അതൊക്കെ സർജിക്കൽ എന്ന് പറയുന്ന അവസ്ഥകളെയൊക്കെ നമുക്ക്
ഔഷധങ്ങൾ കൊണ്ട് നേരിടാൻ പറ്റും. ഓറം ക്യൂവേഴ്സ് ക്രോണിക് എൻലാർജ്മെന്റ് ഓഫ് ദ ടെസ്റ്റസ് ആൻഡ് ലംസ് ഇൻ ദ മാമറി ഗ്ലാൻഡ്സ്. വൃഷണങ്ങളിലും സ്തനഗ്രന്ഥികളിലും ഉണ്ടാകുന്ന പഴകിയ ആ കല്ലിപ്പുകളെ, മുഴകളെയൊക്കെ ഓറം മെറ്റാലിക്കം ക്യൂർ ചെയ്യും. ഓറം മെറ്റാലിക്കിന് സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് എത്രയോ ഔഷധങ്ങളാണ്, എത്രയോ ഔഷധങ്ങൾ. വെറും ബയോകെമിക്കൽ കൊണ്ടുപോലും ഇത്തരം അവസ്ഥകൾ മാറുന്ന അനുഭവങ്ങൾ ഞാൻ സാക്ഷ്യം ആയിട്ടുണ്ട്. ട്യൂമേഴ്സ് ഇൻ ദ ഗ്ലാൻഡ്സ് ഓഫ് സിസ്റ്റിക് ക്യാരക്ടർ, ഒരു സിസ്റ്റിനായിട്ടുള്ള സ്വഭാവമുള്ള മുഴകൾ, ഗ്രന്ഥികൾ ഉണ്ടാകുന്നു. ഹാവ് ബീൻ ക്യൂർഡ് ബൈ ഓറം, അതും ഓറം കൊണ്ട് ഹീൽഡ് ആയിട്ടുണ്ട്. ഹാനിമാൻ പൊട്ടൻസൈസ് ഓറം ആൻഡ് ഗേവ് സം ഓഫ് ഇറ്റ് ടു എ പേഷ്യൻറ്റ്. അപ്പോൾ സമൂർ ഹനിമാൻ ഓറം ഹോമിയോപ്പതി ഔഷധങ്ങളുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അത് ടൈട്രേഷൻ ചെയ്ത ശേഷം ഒരു രോഗിക്ക് കൊടുത്തു. പൊട്ടൻസൈസ്ഡ് വെച്ചാൽ അത്ര ഉയർന്ന പൊട്ടൻസിലേക്ക് പോയില്ല, അതിൻ്റെ ഒരു താഴ്ന്ന ലെവലിൽ മാത്രം നിന്നു. പക്ഷേ അത് പ്രവർത്തിച്ചില്ല. ഇറ്റ് ഡിഡ് നോട്ട് വർക്ക്. ബട്ട് ഈ തറലി ടൈട്രേറ്റഡ് അണ്ടിൽ ഹി ഗോട്ട് ഇറ്റ് ഇൻ ദ 15th പൊട്ടൻസി. പക്ഷെ അത് ടൈട്രേഷൻ അത് കൂട്ടി കൊണ്ടുവന്ന് 15ാമത്തെ പൊട്ടൻസിയിലെത്തി. 15ാമത്തെ പൊട്ടൻസിയിലെത്തിപ്പോൾ ആൻഡ് ദെൻ ഇറ്റ് വർക്ക്ഡ് ആൻഡ് റെസ്റ്റോർഡ് ദാറ്റ് പേഷ്യൻറ്റ് ടു ദ ബോസം ഓഫ് ഹിസ് ഫാമിലി. അയാളുടെ കുടുംബത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് അയാൾ തിരികെ കൊണ്ടുപോയി നിർത്തിച്ചു. അപ്പോൾ അയാൾ ആ കുടുംബത്തിൽ നിന്ന് തന്നെ അകന്നു പോയി നിർത്താം. അയാളുടെ മാനസിക ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ കണ്ട പോലുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വന്ന് അയാൾ കുടുംബത്തിൽ നിന്ന് അകന്നുപോയി. അയാൾക്ക് ഓറം മെറ്റാലിക്കത്തിൻ്റെ 15ാമത്തെ പൊട്ടൻസി കൊടുത്തപ്പോൾ അയാളുടെ അത്തരം മാനസിക പ്രശ്നങ്ങൾ, മാനസികം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ 3 മണ്ഡലങ്ങൾ അതിൽ വരും. അയാൾ തിരികെ ഒരു കുടുംബജീവിതത്തിലേക്ക് അയാൾ വന്നു. ഹനിമാൻ സേസ് ദാറ്റ് ഇൻ ദ ഏർലിയർ ടൈട്രേഷൻസ് ദ ഡോസ് വാസ് യെറ്റ് ടു ലാർജ് ടു ക്യൂർ. നമ്മുടെ ഹോമിയോപ്പതിയുടെ അപ്രോച്ചിൽ ആ ഒരു വൈരുദ്ധ്യം കണ്ടില്ലേ? മറ്റ് ചികിത്സാ രീതികളിൽ പലതിലും രോഗലക്ഷണങ്ങളുടെ കാഠിന്യവും പഴക്കമൊക്കെ അനുസരിച്ച് ഔഷധത്തിൻ്റെ അളവ് കൂട്ടും. ഹോമിയോപ്പതിയിൽ അങ്ങനെയല്ല. ആ വ്യക്തിയുടെ ജീവനുള്ള ക്രമരാഹിത്യങ്ങളുമായി നേരിട്ട് ഇടപെടുന്നത് കൊണ്ട് അതിലെ പദാർത്ഥത്തിൻ്റെ വലുപ്പം അവിടെ ഒരു തടസ്സമാണ്. ജീവനിലേക്ക് കടന്നു ചെല്ലാൻ പദാർത്ഥത്തിൻ്റെ വലുപ്പം ഒരു തടസ്സമാണ്. അവിടെ നേർപ്പിച്ച് അതിനുള്ളിലെ ഇമ്മെറ്റീരിയലായിട്ടുള്ള ഹീലിംഗ് പ്രിൻസിപ്പിൾ പുറത്തു വരണം. അതാണ് പറയുന്നത് ടു ലാർജ് ടു ക്യൂർ. സോ ഹി വെന്റ് ഹയർ അണ്ടിൽ ഇറ്റ് വാസ് സഫീഷ്യൻ്റ്ലി സ്മോൾ. ജീവനുമായിട്ട് സംവദിക്കാൻ തക്ക തരത്തിൽ അത് ചെറുതായി. ടു ക്യൂർ, സഫീഷ്യൻ്റ്ലി അറ്റന്യൂവേറ്റഡ് ടു ഗോ ഇൻ ടു ദ ഇന്റീരിയർ ഓഫ് ദ എക്കോണമി. അയാളുടെ വൈറ്റൽ എക്കോണമിയുടെ, അയാളുടെ ജീവശക്തിയുടെ, ജീവതത്വത്തിൻ്റെ അന്തർതലങ്ങളിലേക്ക് പോകാൻ തക്കവണ്ണം അത് ചെറുതാകുകയാണ് വേണ്ടത്. ത്രൂ ദ വേരിയസ് എൻവലപ്സ് ഓഫ് മാൻ. മനുഷ്യൻ്റെ പല എൻവലപ്പുകൾ. എന്താ മനുഷ്യൻ്റെ പല എൻവലപ്പ്? ശരീരം തന്നെ ഒന്നാമത്തെ എൻവലപ്പ്. ശരീരം കഴിഞ്ഞ് പിന്നെ നമ്മൾ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മനസ്സ്, ബുദ്ധി, ഏറ്റവും മുകളിൽ വില്ല്. അങ്ങനെ പല തലങ്ങളിലൂടെ കടന്ന് അതിൻ്റെ അകത്തേക്ക് ചെല്ലുക. വളരെ തത്വചിന്താപരമായിട്ട് ഹോമിയോപ്പതിയെ കാണാവുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇത് വായിച്ചപ്പോൾ ഓർമ്മ വന്നത് ഉപനിഷത്തുകളിൽ ജീവനെക്കുറിച്ച്, പ്രാണനെക്കുറിച്ചൊക്കെ പറയുന്ന ഉള്ളിയുടെ തൊലി ഉരിക്കുന്ന പോലെ എന്നൊരു, ഏതിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓരോ അല്ലികളായി ഉള്ളിയുടെ തൊലി നമ്മൾ പൊളിച്ച് കളയുന്നു. പൊളിച്ച് അവസാനം ചെല്ലുമ്പോൾ ശൂന്യതയാണ്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ജീവനിലേക്ക് കടന്നു ചെല്ലുന്നത് അങ്ങനെയാണ്. അത് ഇമ്മെറ്റീരിയലായി മാറുന്നു. ഇവിടെ ശരീരത്തിൻ്റെ ആവരണം അപ്പോൾ തന്നെ ദൃശ്യമായത് പോയി. പിന്നെ മനസ്സ്, ബുദ്ധി, വില്ല്, അങ്ങനെ ആ ഒരു ഓരോ അടരുകളായി പോയി. ആ ഒരു ഹോമിയോപ്പതിയുടെ ഒരു തത്വചിന്തയുടെ ഒരു ഉയർന്ന തലങ്ങളിലേക്ക് കടന്നു ചെന്നാൽ എത്ര മനോഹരമാണെന്നറിയാമോ അത്. ദർ ഈസ് വൺ ഗ്രാൻഡ് ഫീച്ചർ റണ്ണിങ് ത്രൂ ദ ഓറം സ്റ്റേറ്റ്. എന്താണ് ആ മഹത്തായ കാര്യം? ഇറ്റ് ഈസ് ദ മാനർ ഇൻ വിച്ച് ഹീ ഈസ് അഫക്റ്റഡ് ബൈ ടെമ്പറേച്ചർ. ചൂട് ഈ ഓറം മെറ്റാലിക്കം രോഗിയെ ബാധിക്കുന്ന രീതി വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആൻഡ് ബൈ ദ വെതർ, കാലാവസ്ഥയും. ഹിയർ ആർ സം സിംറ്റംസ് ദാറ്റ് റിലേറ്റ് ടു ദ വോൾ മാൻ വിച്ച് മസ്റ്റ് ബി എക്സാമിൻഡ് ഇൻ ദിസ് കണക്ഷൻ. അപ്പോൾ വോൾ മാൻ എന്ന് പറയുമ്പോൾ ഒരു ജനറൽ സിംറ്റമാണ്. ഡിസയർ ഫോർ ഓപ്പൺ എയർ,
തുറന്ന വായുവിനോട് താല്പര്യം. കൊട്ടേഷനാണ്. ദിസ് പേഷ്യൻ്റ് റാങ്ക്സ് അലോങ് വിത്ത് പൾസാറ്റിലെ ആസ് ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചറോട് ബന്ധപ്പെട്ട് പൾസാറ്റിലായിട്ടൊരു ബന്ധമുണ്ട്. ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു വൈജാത്യമുണ്ട്. ഓപ്പൺ എയറിനോടുള്ള താല്പര്യം. ബട്ട് ഓറം ഈസ് നോട്ട് മൈൽഡ്. പക്ഷേ മനസ്സ് പൾസാറ്റിലല്ല. പൾസാറ്റിൽ വളരെ മൈൽഡാണ്, ജെന്റിലാണ്, ഈൽഡിങ് ആണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ഓറമിട്ടായിരിക്കും ഒബ്സ്റ്റിനേറ്റ് ആണ്, കടുപ്പക്കാരനാണ്, ഇറാസിബിൾ, വളരെ ചൂടനാണ്, ചൂടത്തിയാണ്. ദ വെരി ഓപ്പോസിറ്റ് ഓഫ് ദ പൾസാറ്റിലെ പേഷ്യൻസ്. മനസ്സ് വിരുദ്ധമാണ്. ഈ ജനറൽ ആണെങ്കിൽ തന്നെയും ശരീരമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെ, ആ ഒരു സ്ട്രോങ് ജനറൽ തന്നെ ഒരു വൈരുദ്ധ്യം വരുന്നു പൾസാറ്റിലുമായിട്ട്. ഈ കൊട്ടേഷൻ ജനറലി അമീറേറ്റ് ഗ്രോയിങ് വോം. അയാൾ ജനറലി പൊതുവെ അയാൾ ചൂട് വരുമ്പോൾ അയാൾക്ക് ഒരു ആശ്വാസമുള്ളത്. അതൊരു കൊട്ടേഷനാണ്. ദിസ് ഈസ് ഇൻ കണക്ഷൻ വിത്ത് ദ ഹെഡ് ഏക്സ്. അത് തലവേദനയോട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. ചൂട് വരുമ്പോഴേക്കും അയാൾക്ക് പൊതുവെ ഒരു ആശ്വാസമുണ്ട്, അയാളുടെ മനസ്സിനും ആശ്വാസം കിട്ടുമായിരിക്കും. അതാണ് ജനറലി എന്ന് പറയുന്നത്. പക്ഷേ അത് കൊട്ടേഷനാണ്. കോൾഡ് വാട്ടർ അമീറേറ്റ്സ് പെയിൻ ഇൻ ഐസ്. കണ്ണിൻ്റെ കാര്യം വരുമ്പോൾ, കണ്ണിലെ വേദന വരുമ്പോഴേക്കും തണുത്ത വെള്ളം കൊണ്ട് കഴുകുന്നത് ശമനമുണ്ട്. വീണ്ടും കൊട്ടേഷൻ ആവേഴ്സ് ടു അൺകവർ. വസ്ത്രം മാറ്റുന്ന, അല്ലെ പുതപ്പ് മാറ്റുന്നതിനോട് ഇഷ്ടക്കേടാണ്. ബട്ട് ഈ ഡിസൈഡ്സ് ഓപ്പൺ എയർ ലൈക്ക് പൾസാറ്റില്ല. പൾസാറ്റിലെ പോലെ തുറസായ വായു വേണം. തുറസായ വായു പോലും, പക്ഷെ നന്നായിട്ടൊക്കെ വസ്ത്രമൊക്കെ ധരിച്ചിരിക്കണം. വാം എയർ ആസ്മ അഗ്രവേറ്റ്സ്. ചൂടുള്ള വായുവിൽ ആസ്മ വർദ്ധിക്കും. അതും ഒരു വ്യത്യസ്തമായ ലക്ഷണമാണ്. അത് കൊട്ടേഷനാണ്. മെനി സിംറ്റംസ് ഡിസപ്പിയർ ആഫ്റ്റർ വാഷിംഗ്. കുളി കഴിയുമ്പോഴേക്കും നിരവധി പ്രശ്നങ്ങൾ പോകുന്നു. എസ്പെഷ്യലി കോൾഡ് വാഷിംഗ്. വിശേഷം തണുത്ത വെള്ളം കൊണ്ട്. അതായത് തണുത്ത കാലാവസ്ഥയിൽ പൊതുവെ ചൂടുവെള്ളം കൊണ്ടാണ് കുളിക്കാറ് വെസ്റ്റേൺ കൺട്രീസിൽ. അപ്പോൾ അത് ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മളങ്ങനെ നോക്കണ്ട. ബട്ട് വെൻ എവർ ദ പേഷ്യൻ്റ് ഈസ് സഫറിങ് ഫ്രം ഗ്രേറ്റ് എക്സൈറ്റ്മെന്റ്, ടർമോയിൽ ആൻഡ് വാസ്കുലാരിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ ഓർഗാസം, പൾസേഷൻസ്, ഹി വാണ്ട്സ് ദ ഡോർസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ. പക്ഷെ വല്ലാത്ത ഉത്തേജിതാവസ്ഥ ഉണ്ടാകുമ്പോൾ, വല്ലാതെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുമ്പോൾ, സിരകളും മറ്റുമൊക്കെ വീർത്ത് കെട്ടിയിരിക്കുമ്പോൾ, രക്തം ഇറച്ചിയേറിയിരിക്കുമ്പോൾ, ആകെ വിങ്ങുമ്പോഴൊക്കെ അയാൾക്ക് ജനലും വാതിലൊക്കെ തുറന്നു കിടക്കണം. അവിടെ ചൂട് കൊണ്ട് അവിടെ ശമനമില്ല. അപ്പം അങ്ങനത്തെ ഒരു ടെമ്പറേച്ചറായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രേറ്റ് എന്ന് പറയാൻ കാരണം ഇതാ. വളരെ കോൺട്രഡിക്ടറി ആയിട്ട് തോന്നുന്ന ഓരോ ആസ്പെക്റ്റിലും വ്യത്യസ്തമായ രീതിയിലാണ് ടെമ്പറേച്ചറിൻ്റെ ടെമ്പറാമെൻറ്റ് ഓർമ്മറ്റായിരിക്കും പേഷ്യൻറ്റിനെ ബാധിക്കുന്നത്. ദിസ് സ്റ്റേറ്റ് ഓഫ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് പൾസേഷൻ ഈസ് അമീറേറ്റഡ് ബൈ ദ ഓപ്പൺ എയർ. ഇത്തരം ഉത്തേജനവും ശരീരത്തിലുണ്ടാകുന്ന ആ ഒരു വിങ്ങലും ഒക്കെ തുറസായ വായുവിൽ ശമിക്കും. ഇറ്റ് ഹാസ് ദോസ് ഫ്ലഷസ് ഓഫ് ഹീറ്റ് സോ കോമൺ ടു വുമൺ അറ്റ് ദ ക്രിട്ടിക്കൽ പീരിയഡ്സ് ആൻഡ് ദീസ് ആർ ഫോളോഡ് ബൈ സ്വെറ്റ്, സംടൈംസ് ബൈ ചില്ലിനെസ്. അപ്പോൾ സ്ത്രീകളിൽ ഓവുലേഷൻ മറ്റൊക്കെ ഉണ്ടാകുന്ന ഒരു സമയത്ത് ഇത്തരം ചുട്ടുനീറ്റലുകൾ സ്ത്രീകളിൽ സാധാരണമാണ്. അതിനുശേഷം വല്ലാതെ വിയർപ്പ് വരും, ചിലപ്പോൾ ആണെങ്കിൽ വല്ലാതെ തണുത്ത് വിറക്കുകയും ചെയ്യും. രണ്ടു തരത്തിലുമാകാം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്. മോസ്റ്റ് ദാറ്റ് വി ഹാവ് സെഡ് ഓഫ് ദി റെമഡീസ് അബൌട്ട് ഇറ്റ്സ് ജനറൽ ആസ്പെക്ട്സ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് മിക്കവാറും അതിൻ്റെ ജനറൽ ആസ്പെക്റ്റാണ് പറഞ്ഞത്. ഇനി അതിനൊരു എക്സ്പ്ലനേഷനായിട്ട് പറയുക ഒരു പ്രധാനപ്പെട്ട കാര്യം. ഫോർ എവറിത്തിങ് അബൌട്ട് ദ മൈൻഡ് ഈസ് ജനറൽ. മനസ്സിനെ കുറിച്ച് പറയുന്ന എന്തും ജനറലാണ്. അത് വെറും മൈൻഡ് ആയാലും ശരി, ഇൻ്റലക്റ്റ് ആയാലും ശരി, വില്ലായാലും ശരി. ഇൻ്റലക്റ്റും വില്ലും ആകുമ്പോൾ അതിൻ്റെ ഗ്രേഡ് കൂടി വരും. പക്ഷേ മനസ്സിൽ പൊതുവെ നോക്കിയാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏത് ലക്ഷണത്തെയും ഒരു പൊതുലക്ഷണമായി കാണാൻ കാരണം മനസ്സെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു ആവരണത്തിനൊക്കെ ഉള്ളിൽ നിൽക്കുന്ന എല്ലാ ശരീരാവയവങ്ങളെയും ബാധിക്കുന്ന ഒരു തരത്തിൽ എല്ലാ ശാരീരികാവയവങ്ങളും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് മനസ്സിൻ്റെ ലക്ഷണങ്ങൾ അത് സർവ്വവ്യാപിയാണ്. വാസ്തവത്തിൽ അതൊരു ജനറൽ സിംറ്റമാണ്. ഇൻ ഓറം ദ പെയിൻ ഇൻ ദ ഹെഡ് ഈസ് വെരി ഇൻറ്റൻസ്. തലവേദന വല്ലാതെ സൂക്ഷ്മമാണ്. മാഡറിങ്, ഭ്രാന്തി പിടിപ്പിക്കും. ഒരു മൈൻഡിൻ്റെ ഒരു ബന്ധം വരുന്നുണ്ടല്ലേ. ഓഫൺ അക്കംപനീഡ് ബൈ എ സെൻസേഷൻ ആസ് എയർ വെയർ ബ്ലോയിങ് അപ്പോൺ ഹിം. അപ്പോൾ അയാളുടെ ശരീരത്തിൽ വായു കാറ്റ് വന്ന് അടിക്കുകയാണ്, ശക്തമായിട്ട് അടിക്കുകയാണെന്ന് തോന്നുന്നില്ല പലപ്പോഴും ഈ തലവേദനയോടൊപ്പം ഉണ്ടാകും. ഹി ലുക്സ് അറൗണ്ട് ടു സീ വേർ ദ ഡ്രാഫ്റ്റ് കംസ് ഫ്രം വെൻ ദർ ഈസ് നൺ. അപ്പോൾ ഈ ഒരു കാറ്റടിക്കുമ്പോൾ പുറമേ ഒന്നും അനങ്ങുന്നില്ല, പക്ഷേ അയാളുടെ ശരീരത്തിൽ കാറ്റടിക്കുന്നത് തോന്നുന്നു. അപ്പോൾ അയാൾ ചുറ്റും നോക്കും, എവിടെ നിന്ന് ഈ കാറ്റ് വരുന്നു. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെ ഒന്നുമില്ല. എക്സ്ട്രീംലി സെൻസിറ്റീവ്, അത്രയ്ക്ക് സെൻസിറ്റീവാണത്. ചെറിയൊരു കാറ്റ് മതി, അത് വലുതായിട്ടൊക്കെ തോന്നും. ഓഫൻ
ഹി ഹാസ് ടു ഹാവ് ദ ഹെഡ് റാപ്ഡ് അപ്പ്. അപ്പോൾ പലപ്പോഴും അയാൾക്ക് തല മൂടിക്കെട്ടേണ്ടി വരും എന്ന് തോന്നും. ഓൾദോ ഹീ ഫീൽസ് ഹീറ്റ്, ചൂടാണെങ്കിൽ പോലും. അതാണ് പൊതുവെ തണുപ്പ് തോന്നുന്നു, കുളിർ തോന്നുമ്പോൾ തല കെട്ടും. പക്ഷെ ഇവിടെ ഇങ്ങനെ ചൂടാണെങ്കിൽ പോലും തല മൂടിക്കെട്ടാൻ അയാൾക്ക് തോന്നും. വിത്ത് എ ഗുഡ് ഡീൽ ഓഫ് കഞ്ചഷൻ ആൻഡ് റഷ് ഓഫ് ബ്ലഡ് ടു ഹെഡ്. അപ്പോൾ തലയിലേക്ക് ഈ രക്തം നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഓർഗാസം ഓഫ് ബ്ലഡ് എല്ലായിടത്തും ഉണ്ട്. തലയിലേക്ക് രക്തം കയറിയിട്ടാണ്. ദ ഹെഡ് ഈസ് സോർ ആൻഡ് ഫീൽസ് ബ്രൂയിസ്ഡ്. തലയ്ക്ക് പരിക്ക് പറ്റി ചതഞ്ഞ പോലെ വേദനകളുണ്ട്. സ്റ്റിച്ചിങ്, ബേണിംഗ്, ടീറിംഗ് പെയിൻസ് ഇൻ ദ ഹെഡ്. തലയിലും എല്ലാ തരത്തിലും വേദനകളുണ്ട്. കുത്തുന്ന പോലെ, തുന്നുന്ന പോലെ, പൊള്ളുന്ന പോലെ, വലിച്ചു കീറുന്ന പോലെയൊക്കെ വേദനയുണ്ട്. മച്ച് ത്രോബിങ് ഇൻ ദ ഹെഡ്. തലയിലല്ലാതെ വിങ്ങല്. ദ ഫേസ് ഇസ് ബ്ലോട്ടഡ്. മുഖവാകെ വിങ്ങിയിരിക്കുന്നു. ഫ്ലഷ്ഡ് ആൻഡ് ഷൈനി വിത്ത് ദ കഞ്ചസ്റ്റീവ് ഹെഡ് ഏക്സ്. ഇത്തരം കഞ്ചസ്റ്റീവ് ഹെഡ് ഏക്സിൽ, തലയിലൊക്കെ ചോര ഇറച്ചി കയറി വരുന്ന ഹെഡ് ഏക്സിൽ മുഖമാകെ ചുവന്ന് തൊടുത്ത് തിളങ്ങുന്ന പോലെ വിങ്ങിയിരിക്കുന്ന പോലെയൊക്കെ തോന്നും. ദീസ് ഹെഡ് ഏക്സ് ആർ ഓഫൺ ഫൗണ്ട് ഇൻ സിഫിലിറ്റിക് സബ്ജക്ട്സ്. സിഫിലിക് നേച്ചർ ത്രൂ ഔട്ട് ഇതിൻ്റെ പിന്നിൽ പശ്ചാത്തലമായിട്ട് ഓർമ്മറ്റായിരിക്കും ഇതിലുണ്ട്. അത്തരം ആളുകൾ കാണുന്ന പോലെയാണ്. ഓഫൺ അസോസിയേറ്റഡ് വിത്ത് കാർഡിയാക് ഡിസീസ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. ഇതാണ് സിഫിലിറ്റിക് കണ്ടീഷൻ. ഹൃദയം, കരള്, അസ്ഥികൾ ഒക്കെ വരുന്നുണ്ട്, ഗ്രന്ഥികളൊക്കെ വരുന്നുണ്ട്. അതിനെല്ലാത്തിൻ്റെ ഒരു ഇൻട്രൻസിക് ആയിട്ടുള്ള ബന്ധം ഓർമ്മറ്റായിരിക്കും ഇത് കാണണം. എക്സോസ്റ്റോസിസ് ആസ് ഇൻ സിഫിലിസ്. അസ്ഥികൾ ഇങ്ങനെ വളർന്ന് അസാധാരണമായിട്ട് മുള്ളൊക്കെ പോലെ വരുന്ന പോലെ, സിഫിലിസിൽ വരുന്ന പോലുള്ളൊരു അവസ്ഥ ഓർമ്മറ്റായിരിക്കും കവർ ചെയ്യുന്നുണ്ട്. ദ സ്കൾ ബോൺസ് ആർ സെൻസിറ്റീവ് ടു ടച്ച്. തലയോട്ടിയുടെ അസ്ഥികൾ തൊട്ട് കഴിഞ്ഞാൽ അവിടെ സെൻസിറ്റീവാണ്. ദ പെരിയോസ്റ്റം ഈസ് ടെൻഡർ ടു ടച്ച്. അസ്ഥികളുടെ ആവരണം നേരത്തെ കണ്ടതാണ്. അവിടെയും സ്പർശിച്ചു കഴിഞ്ഞാൽ വേദനയും മറ്റുമൊക്കെ ഉണ്ടാവും. ഇൻവോൾവ് മെർക്കുറലൈസ്ഡ് കേസസ് വിത്ത് ബോൺ അഫക്ഷൻസ് ആൻഡ് നെക്രോസിസ് ഓഫ് ദ സ്കൾ ആസ് ഇൻ സിഫിലിസ് ആൻഡ് മെർക്കുറി. ദ ഹെയർ ഫാൾസ് ഔട്ട് കോപ്പിയസ്ലി. അപ്പോൾ ഈ മെർക്കുറിയുടെ അബ്യൂസുള്ള കേസുകളിൽ, അസ്ഥികൾക്ക് പ്രശ്നമുള്ള കേസുകളിൽ, തലയോട്ടിയിലെ അസ്ഥിയിൽ ദ്രവിക്കുന്ന അവസ്ഥയിൽ, മെർക്കുറി, സിഫിലിസൊക്കെ വരുന്ന അവസ്ഥയിലൊക്കെ മുടി വല്ലാതെ കൊഴിഞ്ഞു പോകുന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ദ ഹെഡ് ബിക്കംസ് ബോൾഡ്. അങ്ങനെ തല മൊത്തം കഷണ്ടിയായി തീരുന്നു. ബോൾഡ്നെസ് ഡ്യൂ ടു സിഫിലിസ്. സിഫിലിസ് ഉണ്ടാകുന്ന ആ ഒരു തല കഷണ്ടിയായി പോകുന്ന അവസ്ഥയാണ്. ദ സ്കാൽപ്പ് ഈസ് ലെഫ്റ്റ് ഷൈനി ആൻഡ് ദ ഹെയർ വിൽ നോട്ട് ഗ്രോ ഇൻ അഗെയിൻ. പക്ഷെ ഇവിടെ മുടി വീണ്ടും കിർത്ത് വരികയില്ലെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇൻ അക്യൂട്ട് ഡിസീസ് ദർ ഈസ് ഫോളിങ് ഔട്ട് ഓഫ് ഹെയർ. ചില അക്യൂട്ട് കണ്ടീഷനിൽ മുടി കൊഴിഞ്ഞു പോകുന്ന അവസ്ഥകൾ വരും. അങ്ങനത്തെ ഒരു അവസ്ഥ അല്ല ഇത്. ബട്ട് ഇറ്റ് ഗ്രോസ് ഇൻ അഗെയിൻ. അക്യൂട്ട് കണ്ടീഷനിൽ മുടി കൊഴിച്ചിൽ വീണ്ടും വളരാം. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ബട്ട് യങ് സിഫിലിറ്റിക്സ് ഓഫൺ ലൂസ് ദ ഹെയർ ആൻഡ് റിമെയിൻ ബാൾഡ് ഓൾ ദ റെസ്റ്റ് ഓഫ് ദെയർ ലൈഫ്. ചെറുപ്പത്തിൽ തന്നെ ഈ സിഫിലിസും മറ്റുമൊക്കെ ബാധിച്ച് മെർക്കുറിയുടെ അബ്യൂസുള്ള കേസുകളിൽ, അതിൻ്റെയൊക്കെ ഒരു തലമുറകൾ കടന്നു വരുന്ന പ്രശ്നങ്ങളുള്ള കേസുകളിൽ ചെറുപ്പത്തിൽ ഇങ്ങനെ മുടി ഒഴിഞ്ഞു പോയാലും അത് പിന്നീട് വരില്ല. പെർമനൻ്റായിട്ട് ഒരു കഷണ്ടിയായി പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട പല വിവരങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടി. ഇതേപോലുള്ള നിരവധി വിവരങ്ങൾ തുടർന്നും വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകൾ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.